നിത്യജീവൻ കൊടുപ്പാനായി മരിച്ചു, നിത്യജീവൻ കൊടുപ്പാനായി മരിച്ചു, നിത്യജീവൻ കൊടുപ്പാനായി മരിച്ചു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 11 വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. സൗമ്യതയുള്ളവർക്കുള്ള ഭൂമിയുടെ അവകാശമെന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൈവശപ്പെടുത്തുന്നതിനും അവൻ്റെ പദ്ധതിയിൽ ശരിയായ സ്ഥാനം കണ്ടെത്തുന്നതിനുമുള്ള ഭാവി പ്രത്യാശയും വർത്തമാനകാല യാഥാർത്ഥ്യവുമാണ്. ജീവിതത്തിൻ്റെ ഹ്രസ്വകാല യാഥാർത്ഥ്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതാകാമെങ്കിലും ദൈവജനത്തിന് ദീർഘകാല വിജയത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ശക്തവും സാധുവായതുമായ ഒരു ദർശനം ഈ വാക്യം നമുക്ക് നൽകുന്നു. അധിക്ഷേപിക്കപ്പെടുമ്പോൾ പ്രതികാരം ചെയ്യാതെയും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും യേശു സൗമ്യതയെ പൂർണ്ണമായി മാതൃകയാക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എളിമയുള്ള ഒരു ഹൃദയം വളർത്തിയെടുക്കുവാനും സജീവമായി നന്മ ചെയ്യുവാനും ദൈവം നമ്മെ ആക്കുന്ന ഇടത്ത് വിശ്വസ്ത സാന്നിധ്യമായി തീരുവാനും സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതികൂലതകളുടെ മധ്യത്തിൽ സൗമ്യതയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.